മെഡിസെപ്പ് പുതുക്കുന്നതിന് പ്രീമിയം കൂടും. കവറേജ് തുകയും വർദ്ധിപ്പിച്ചേക്കും. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ചികിത്സാ ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള മെഡിസെപ്പ് പുതുക്കുന്നതിന് പ്രീമിയം കൂടാൻ സാധ്യത. ഇത് 50% ഉയർത്തേണ്ടി വരുമെന്നാണ് ഇതേക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ ശുപാർശ. ശമ്പളത്തിൻ്റെയും പെൻഷൻ്റെയും അടിസ്ഥാനത്തിൽ പ്രീമിയം നിശ്ചയിക്കണമെന്നും ശുപാർശയുണ്ട്. അങ്ങനെയെങ്കിൽ സ്ലാബ് സമ്പ്രദായം നടപ്പിലാക്കി പ്രീമിയം ശേഖരിക്കേണ്ടി വരും. പ്രീമിയം കൂടുമ്പോൾ ആനുപാതികമായിട്ട് കവറേജ് തുക വർദ്ധിപ്പിക്കുന്നതിനും നിർദ്ദേശമുണ്ട്. സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ധനവകുപ്പ് പരിശോധന നടത്തിയ ശേഷമാകും മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരിക. 3 വർഷമായിട്ട് തുടരുന്ന മെഡിസെപ്പ് പദ്ധതിയുടെ കാലാവധി ജൂൺ 30 അവസാനിക്കുകയാണ്. നിലവിൽ 500 രൂപയാണ് പ്രതിമാസ പ്രീമിയം. ഇത് 250 രൂപയെങ്കിലും ആക്കണമെന്നാണ് ശുപാർശ. ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയാണ് നിലവിൽ മെഡിസെപ്പ് നടത്തുന്നത്. കരാർ കാലാവധി അവസാനിക്കുന്നതോടുകൂടി വീണ്ടും ടെൻഡർ വിളിച്ച് പുതിയ കമ്പനിയെ നിശ്ചയിക്കണം. അതിനു മുന്നോടിയായിട്ടാണ് പദ്ധതി പരിഷ്കരിക്കുന്നതിന് വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയത്. സമിതിയുടെ ശുപാർശകളും ധനവകുപ്പിൻ്റെ അംഗീകാരവും നേടിയാണ് പദ്ധതി നടപ്പിലാക്കുക. പ്രീമിയം കൂട്ടുകയാണെങ്കിൽ പദ്ധതിയിൽ ചേരാനും ചേരാതിരിക്കാനുമുള്ള അനുമതി ജീവനക്കാർക്ക് നൽകണമെന്ന് സർവീസ് സംഘടനകളും ആവശ്യപ്പെടുന്നുണ്ട്. അക്കാര്യത്തിലും തീരുമാനം എടുക്കേണ്ടി വരും.